കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്ത തന്നെയാണ്. എന്നാൽ കാറിൽ വെച്ച് അമ്മു ചോദിച്ചപ്പോൾ തന്നെ ഇവർ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നുവെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞെത്തിയിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ 3 മുൻ ജീവനക്കാരികൾ നടത്തിയ തട്ടിപ്പ് വലിയ വാർത്തയായിരുന്നു. ജീവനക്കാരികൾ കഴിഞ്ഞ ദിവസം കുറ്റം സമ്മതിച്ചു. കടയിൽ കൊണ്ടുപോയി തെളിവുകൾ ശേഖരിച്ചപ്പോഴാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് സമ്മതിച്ചത്. ദിയ പൂർണ്ണ ഗർഭിണിയായിരിക്കെയാണ് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. QR കോഡ് മാറ്റിയ പ്രൊഡക്റ്റുകൾ മറിച്ചുവിറ്റ് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ കയ്യിലാക്കിയത്. ദിയയ്ക്കും കുടുംബത്തിനും വലിയ ഞെട്ടലായിരുന്നു ഈ സംഭവം. തട്ടിപ്പിന് പുറമെ ദിയയ്ക്കും പിതാവ് കൃഷ്ണകുമാരനും നേരെ ഇവർ പരാതി നൽകുകയും ചെയ്തു. അന്വേഷണത്തിൽ ദിയയുടെ ഭാഗത്താണ് ന്യായമെന്ന് ജീവനക്കാരികൾക്കെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കി. 3 പേരും പോലീസിൽ കീഴടങ്ങി. അനിത, രാജകുമാരി, ദിവ്യ ഫ്രാൻസിസ് തുടങ്ങിയവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഇവരെക്കുറിച്ച് പുതിയ ബ്ലോഗിൽ സിന്ധു കൃഷ്ണ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. 3 ഇപ്പോൾ ജയിലിലാണ്. സിന്ധു കൃഷ്ണ പറയുന്നു, ഇവർ കയ്യിലാക്കിയ പണം തിരികെ ലഭിച്ചിട്ടില്ലെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. അവർ അറസ്റ്റിലായി എന്നത് തന്നെ വലിയ കാര്യമാണ്. പബ്ലിസിറ്റി ശ്രദ്ധ പിടിച്ചു പറ്റിയ കേസാണിത്. അതൊരു പക്ഷേ ഇതുപോലത്തെ ക്രൈമുകൾ ചെയ്യാതിരിക്കാൻ ഒരുപാട് പേരെ പ്രേരിപ്പിക്കും. 7-8 മാസം കിട്ടിയത് കൊണ്ട് അവർ വീട് വയ്ക്കുകയും സ്വർണം വാങ്ങുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. ആ കുട്ടികൾക്കും നല്ല ബുദ്ധി വരട്ടെ. നിങ്ങൾക്കിങ്ങനെ ചെയ്തപ്പോൾ കുറ്റബോധമൊന്നും തോന്നിയില്ലേ എന്ന് കാറിൽ വെച്ച് അമ്മു കുട്ടികളോട് ചോദിച്ചിരുന്നു. തോന്നി ചേച്ചി എന്ന് പറഞ്ഞു. എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അറിയാമായിരുന്നു. പിന്നെ തുടങ്ങിയതുകൊണ്ട് അങ്ങ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. തെറ്റാണെന്ന് അവർക്കറിയാം. പക്ഷേ എളുപ്പത്തിൽ പൈസ കിട്ടുമ്പോൾ അതിൻ്റെ സുഖം അനുഭവിച്ച് ക്രേസ് ആകും. നിങ്ങൾ എങ്ങനെയാണ് ആദ്യം തുടങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് പെട്രോളിന് ചെറുതായി എടുത്ത് തുടങ്ങിയതാണ്, പിന്നെയും കൂടുതലെടുത്തു. എല്ലാ ക്രൈമിനും ഒരു തുടക്കമുണ്ടല്ലോ. അവരിപ്പോൾ അട്ടക്കുളങ്ങരയിലെ സബ് ജയിലിലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നും സിന്ധു കൃഷ്ണ പറഞ്ഞു.